പക്ഷെ നിങ്ങളും അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ള ശക്തിയെല്ലാം വെച്ച് തിരിച്ചടിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന തന്ത്രങ്ങളെല്ലാം പയറ്റി നോക്കുന്നു. അതുകൊണ്ട് തന്നെ ഫൈറ്റ് നല്ല ക്ലോസ് ഫൈറ്റ് ആയിരിക്കും. ഫൈറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജയിക്കും. അങ്ങനെ ജയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെറിട്ടറിയിൽ തുടരാം, മറ്റവൻ അവിടെ നിന്ന് സ്ഥലം വിടും. അല്ലെങ്കിൽ മറ്റവൻ ജയിച്ചേക്കാം. അങ്ങനെ ജയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ടെറിട്ടറി വിട്ടു പോകേണ്ടി വരും. ഇനിയിപ്പോൾ രണ്ടായാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, എല്ലാം അവസാനിക്കുന്നതിന്റെ തുടക്കമാണിതെന്ന്. കാലങ്ങളോളം നിങ്ങൾ ആ ടെറിട്ടറിയിൽ ശക്തിയോടെ പൊരുതി നിന്നു. പക്ഷെ ഇപ്പോൾ കാലം നിങ്ങളെ ഒരുപാട് പിന്നിലാക്കിയിരിക്കുന്നു. കാട്ടിലെ ജീവിതം വളരെ അൺഫെയർ ആണ്. ഏറ്റവും ശക്തന്മാർക്ക് പോലും കാലാകാലം വാഴാൻ സാധിക്കില്ല. അങ്ങനെ പലയധികം വർഷങ്ങളുടെ ജീവിതത്തിന് ശേഷം നിങ്ങൾ ആ ടെറിട്ടറിയോട് വിട പറയുമ്പോൾ അവസാനമായി നിങ്ങൾ ഒരു നെടുവേർപ്പെടുന്നു. കാലത്തിന്റെ ആ ഭാരം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വല്ലാതെ അനുഭവപ്പെടുന്നു. അവസാനമായി വിശ്രമിക്കാനായി നിങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുന്നു. നിങ്ങൾ അവസാനമായി ആ പുൽത്തകിടുകളിൽ കിടക്കുന്നു. 15 വർഷത്തെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞ് തൽക്കാലം മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾ കണ്ണുകൾ അടച്ചു കിടക്കുന്നു, അവസാനത്തെ ആ വിശ്രമത്തിനായി. പക്ഷെ കാടും കാടിന്റെ ആ ജീവചക്രവും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാലങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. അങ്ങനെ ഏതോ ഒരു ഗുഹയിൽ കുറെ മുട്ടകൾക്കിടയിൽ നിന്ന് ഒരു മുട്ട പൊട്ടിച്ച് മറ്റൊരു കൊമഡോ ഡ്രാഗൺ കുഞ്ഞുകൂടി പുറത്തു വരും. തികച്ചും നിങ്ങളുടെ ജന്മസമയത്ത് നടന്നതുപോലെ തന്നെ. ചിലപ്പോൾ നിങ്ങളുടേതുപോലെ തന്നെ പലയധികം സാഹസികതകൾ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ തുടക്കമായിരിക്കും ഇതും. അല്ലെങ്കിൽ ചിലപ്പോ